അതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, അങ്ങ് പറഞ്ഞത് മഹാവൃക്ഷപ്രകൃതി വൻമരങ്ങള് പുരുഷഭാവമാണെന്ന് പറഞ്ഞു. അത് തന്നെയല്ലേ വിഷ്ണു നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും വിഷ്ണു അതാണ്. അത് തന്നെയല്ല. അപ്പൊ ചതുർബാഹു എന്ന് പറയുന്നത് പുരുഷഭാവമാണ്, അത് മഹാവൃക്ഷങ്ങളാണ് അല്ലേ? അതെ അതെ, അത് വിഷ്ണുവാണ്. മഹാവിഷ്ണുവിന്റെ ചതുർബാഹു ഭാവത്തെ കുറിച്ച് അങ്ങ് രണ്ട് വരിയായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് ഒരു മഹാവൃക്ഷം ചെയ്യുന്നത് ഒരു കൈകൊണ്ട് ശ്രീചക്രത്താൽ അഗ്നിയെ തടുത്ത് ഇടത് കൈകൊണ്ട് ആകാശത്തിന്റെ ഗുണത്തെയും താഴെ സൃഷ്ടിക്കുന്നു. ഒന്ന് അഗ്നിയെ തടുക്കുകയാണ് മുകളിൽ, പത്രികളാൽ ഇലകളാൽ അഗ്നിയെ തടുക്കുന്നു. താഴെ ഇടത് കൈകൊണ്ട് ആകാശത്തിന്റെ ഗുണത്തെ നിഴലിനെ താഴെ സൃഷ്ടിക്കുന്നു. 4 കൈകളാണ്. അതിൽ ഒരു കൈയിൽ ഗദയാണ്, വലത്തെ കൈയിൽ താഴത്തെ വലത്തെ കൈയിൽ ഗദയാണ്. അത് മണ്ണിനെ സൂചിപ്പിക്കുന്നതാണ് ഗദ. മറുകൈയിലോ അത് ശംഖാണ്. ശംഖില് തീർത്ഥമാണ്, ജലമാണ്. അപ്പോ ഒരു കൈയിൽ അഗ്നിയെ തടുക്കുന്നു, ഒരു കൈയിൽ ആകാശത്തിന്റെ ഗുണത്തെയും സൃഷ്ടിക്കുന്നു, മറു കൈയിൽ മണ്ണിനെ ചേർത്ത് വെക്കുന്നു, ഒരു കൈയിൽ മണ്ണിലേക്ക് ജലത്തെ ചേർത്ത് വെക്കുന്നു. വിഷ്ണു എന്ന് പറഞ്ഞാൽ പുരുഷഭാവമാണ്, അത് വൃക്ഷമാണ്. ഇപ്പൊ ക്ലിയർ ആയോ? ആ ഹരി എന്ന് പറഞ്ഞാൽ ഹരിതലോകമാണ്.